സംഘത്തിന് 31:19 കർത്താവിൽ അഭയം തേടുന്നവന് അവിടുന്ന് അനുഗ്രഹങ്ങൾ പരസ്യമാക്കി നൽകും, അവനൊരു സാക്ഷ്യമാക്കി മാറ്റും. ഈ നമ്മുടെ ഒരു ചേച്ചി രക്തസ്രാവക്കാരിയായ സ്ത്രീയെ കുറിച്ച് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. അവൾ ഒളിച്ചിരുന്നിട്ടാണ് ഈശോയെ പോയി തൊടുന്നത് അല്ലേ? ഒളിച്ചാരും കാണാതെ പുറകെ കൂടെ വന്ന് ഒന്ന് തൊട്ടേച്ചു പോയി. ഈശോ അവൾ എന്നാ ചെയ്തു? ഒളിച്ചിരുന്നവരെ പബ്ലിക്കായിട്ട് നിർത്തിയിട്ട് സാക്ഷ്യമാക്കി മാറ്റി. നമ്മളിപ്പോ ചിലപ്പോൾ നമ്മുടെ കുറവുകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, വീട്ടിലെ സങ്കടങ്ങൾ, നമ്മുടെ ചിലപ്പോൾ കുഴപ്പങ്ങളൊക്കെ കാരണം ഇങ്ങനെ ഒളിച്ച് തലയും കുമ്പിട്ടൊക്കെ നിൽക്കുകയായിരിക്കും. പക്ഷെ തൊട്ടത് ഈശോയാണോ? ഒളിച്ചു നിന്ന് നിന്നെ പബ്ലിക്കായിട്ട് സാക്ഷ്യമാക്കി മാറ്റും. കുഞ്ഞു കാര്യത്തിലേക്ക് ഈശോയെ മുറുകെ പിടിച്ചോ. നിങ്ങൾക്കൊരു പരീക്ഷയുണ്ട്, നിങ്ങൾക്കൊരു പുതിയ കാര്യം ചെയ്യാനുണ്ട്, നിങ്ങളുടെ വലിയ കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ്. എല്ലാ കാര്യത്തിലും കർത്താവിനെ മുറുകെ പിടിച്ചോ. ഒന്ന് പോയി ആ വസ്ത്രത്തെ നീ തൊടാൻ തയ്യാറായാൽ, ജസ്റ്റ് എ സിമ്പിൾ ടച്ച്, ഒരു കുഞ്ഞ് ട്രസ്റ്റ് ഈശോയിൽ നീ വെക്കാൻ തയ്യാറായാൽ നിന്നെ പബ്ലിക്കിൽ ഈശോ സാക്ഷ്യമാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബമൊക്കെ ചെയ്യേണ്ട ഒറ്റ കാര്യം, കൂട്ടം കൂടിയിരുന്ന് പരാതി പറയല്ല, സങ്കടപ്പെടുകയല്ല. ഇതെന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ട്രസ്റ്റ് അഗെയിൻ. ഒന്നുകൂടെ ആ വസ്ത്രത്തിന്റെ വിളിമ്പി തൊട്. ഒളിച്ചിരുന്നിക്കുന്ന ആൾക്കാരെ നടുക്ക് നിർത്തി ഈശോ സാക്ഷ്യമാക്കി മാറ്റും, ഉറപ്പാണ്. ഒന്നും അല്ലാത്ത നമ്മളെ ഈശോ പിടിച്ചു. ആ സ്ത്രീ ആരാണ്? പേര് പോലും ഇല്ലേ? പേര് പോലും ഇല്ലാത്ത ഒരാളെ ഈശോ വിശ്വാസം, ഇതാണ് വിശ്വാസം എന്നൊക്കെ പറയാം. സിറോഫിനീഷ്യൻ സ്ത്രീ, പേര് കൊടുത്തിട്ടില്ല, വന്ന സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞത്. ഈശോ പറയാണ്, ഇതുപോലത്തെ ഒരു വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തുമ്പോൾ ശതാധിപന്റെ പേരൊക്കെ ഉണ്ടോ? ഇല്ലെന്നൊന്നല്ലേ? ഇന്ന് പേരില്ലാത്ത കുറെ ആൾക്കാരുടെ പേരാണെന്ന് പറയാം. ഈശോ സാക്ഷ്യപ്പെടുത്താണ് അവരെല്ലാം. കർത്താവ് മഹത്വപ്പെടുത്തും. ഒരു ചെറിയ കാര്യത്തിൽ